ഇക്കുറി UDF അധികാരത്തിൽ വരുമ്പോൾ CPM-ന്റെ ഏതൊക്കെ കോട്ട കൊത്തളങ്ങളിലാണ് വിള്ളൽ വീഴാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഏവർക്കും കൂടുതൽ താല്പര്യം. ഇപ്പം നമുക്കറിയാം, CPM-ന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ വലിയ വിള്ളൽ വീഴും എന്നുള്ളത് ഉറപ്പാണ്, പ്രത്യേകിച്ച് തളിപ്പറമ്പിലും മറ്റുമൊക്കെ. അതുപോലെ കേരളത്തിലെ മറ്റു പലയിടങ്ങളിൽ കണ്ണൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണൂർ പോലെ തന്നെ CPM-ന്റെ സുരക്ഷിതമായ ഇടമാണ് ആലപ്പുഴ ജില്ല. ഈ ആലപ്പുഴ ജില്ലയിൽ CPM-ന് വലിയ വിഭാഗീയതയൊക്കെ ഉണ്ട്. പാർട്ടിയിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കും താഴേത്തട്ടിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നമ്മൾ കണ്ടതാണ്. പിന്നീട് ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് സീറ്റിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം അത് CPM-നകത്ത് വോട്ട് ചോർച്ചയ്ക്കും ഇടയാക്കിയിട്ടുള്ള കാര്യമാണ്. അതൊന്നും പാർട്ടിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. പാർട്ടി അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞതാണ് വോട്ട് ചോർച്ച ഉണ്ടായി, അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ നമുക്കറിയാം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ ഒറ്റ സീറ്റ് മാത്രമാണ് UDF-നുള്ളത്. അതായത് ഹരിപ്പാട് മാത്രം. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയുടെ മണ്ഡലം, രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം. അപ്പോൾ ആ മണ്ഡലം മാത്രമായിട്ടാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷെ ഇക്കുറി ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 9-ൽ ഒരു 5 എണ്ണമെങ്കിലും UDF പിടിച്ചെടുക്കും എന്നുള്ള കണക്ക് കൂട്ടലാണുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നുണ്ട്, എന്തായാലും 4-ന് മുകളിൽ UDF-ന്റെ നേട്ടം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകും. UDF-ന് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില ജില്ലകളുണ്ട്. മലപ്പുറം, എറണാകുളം, ഇത്തവണ അത് കോട്ടയത്തേക്കും പത്തനംതിട്ടയിലേക്കും ഇടുക്കിയിലേക്കും വ്യാപിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പരമ്പരാഗതമായി ആ ജില്ലകളൊക്കെ തന്നെ കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങളാണ്. ഇത്തവണ എന്തായാലും ആലപ്പുഴയിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. UDF-ന്റെ ശക്തി പകരുന്ന പ്രതീക്ഷകളിൽ ഒന്നാണ് അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന G. സുധാകരൻ. CPM-ൽ നിന്ന് ഇറങ്ങി വന്ന G. സുധാകരൻ അമ്പലപ്പുഴയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിജയം അത് CPM-ന് ഏറ്റവും വലിയ, അവരുടെ മുഖത്തിട്ടടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ അപ്പോൾ കോൺഗ്രസ് UDF ഉറപ്പാക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ. അവിടെ നിന്ന് 10,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് UDF നേതൃത്വം കണക്ക് കൂട്ടുന്നത്. ഈ സുധാകരന് അമ്പലപ്പുഴയിൽ നമുക്കറിയാം വ്യക്തിപരമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. ആ വോട്ട് മുഴുവൻ സമാഹരിക്കാൻ CPM-നോട് അതൃപ്തി പൂണ്ടു നിൽക്കുന്ന നല്ല പങ്കാൾക്കാരുണ്ട്. അവരുടെ വോട്ടും G. സുധാകരന് കിട്ടും. കൂടാതെ UDF-ന്റെ പിൻബലവും കൂടി വന്നപ്പോൾ സുധാകരന്റെ വിജയം അനായാസം ആണ് എന്നുള്ളത് കൃത്യമാണ്. ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് ആണ് മത്സരിക്കുന്നത്. തോമസ് കെ തോമസ് ആയിരുന്നു മുമ്പും അവിടുത്തെ MLA. ഏറ്റവും വലിയ പരാജയമായിരുന്നു ആ MLA എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു രാഷ്ട്രീയ പകപോക്കലായിട്ടുള്ള ഒരു വർത്തമാനമല്ല, അത്തരത്തിലായിരുന്നു. വലിയ പരാജയം തന്നെയാണ് തോമസ് കെ തോമസ്. അതായത് ഈ G. സുധാകരൻ ഇമ്പാക്റ്റ് ആലപ്പുഴ ജില്ലയിലെമ്പാടും വ്യാപിക്കുമെന്നുള്ളതാണ്. സുധാകരനോട് പാർട്ടി കാണിച്ചിട്ടുള്ള വലിയ ദ്രോഹം അത് CPM-ന് വലിയ അടിയുണ്ടാക്കും.
അത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഉണ്ടാക്കുമെന്നുള്ളതാണ്. കേരളത്തിലെമ്പാടും CPM-ന് വിമതന്മാർ വന്നിട്ടില്ലേ? CPM-ന്റെ കൊള്ളരുതായ്മകളെ കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തു വന്നവരെ UDF സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോമസ് കെ തോമസിനെ എതിരെ കുട്ടനാട്ടിൽ മത്സരിക്കുന്നത് റജി ചെറിയാനാണ്, കേരള കോൺഗ്രസിലെ. റജി ചെറിയാന് എന്തായാലും ഇക്കുറി മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള കണക്കുകൂട്ടിലാണ്. അതുപോലെ തന്നെ കായംകുളത്ത് മത്സരിക്കുന്നത് പ്രതിഭാകരിയാണ്, കോൺഗ്രസിന്റെ ലിജുവുമാണ് മത്സരിക്കുന്നത്. ഈ പ്രതിഭാകരി മൂന്നാമത്തെ തവണയാണ് മത്സരത്തിലേക്ക് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ എമ്പാടുമുള്ള വിഭാഗീയതയിൽ അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരിടമാണ് കായംകുളം. 2021 കായംകുളത്ത് പ്രതിഭാകരി മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, 2000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷേ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നിരവധി എതിർപ്പുകളെ ഒക്കെ തന്നെ പ്രതിഭാകരി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രതിഭാകരിയുടെ വിജയം ഇക്കുറി അല്പം പരിങ്ങലിൽ തന്നെയാണ്. ലിജുവിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറും. അതുപോലെ അരൂർ മണ്ഡലത്തില് ഷാനി മോൾ ഉസ്മാന്റെ ഒരു വിജയം സാധ്യത തന്നെ കാണപ്പെടുന്നുണ്ട്. അരൂര് BJPയും വലിയ നോട്ടമിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കായംകുളത്തും BJP അതിശക്തമായിട്ടുള്ള മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എണ്ണം എങ്ങനെ വന്നാലും UDF നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ഹരിപ്പാട്, അതുപോലെ തന്നെ അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, അരൂർ. ഇനി 5-ൽ കൂടുതലായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള. ചെങ്ങന്നൂരിൽ എന്തായാലും അവിടെ ഒരു UDF വിജയ സാധ്യത ഇല്ല. കാരണം അത് സജി ചെറിയാന് അനുകൂലമായിട്ടുള്ള, ഇപ്പൊ ഈ മന്ത്രിസഭയില് എത്ര പേർ വിജയിച്ചു വരുമെന്ന് ചോദിച്ചാൽ, 1, ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ ജയിക്കും. പിണറായി വിജയന്റെ ഭൂരിപക്ഷം 2021 നിന്ന് പകുതിയായി മാറും. 21-ൽ 50,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ ഇക്കുറി 25,000-ൽ ഒതുങ്ങും. പിന്നീട് ജയിക്കാൻ പോകുന്നത് മരുമകൻ ബേപ്പൂരിൽ നിന്ന് വിജയിക്കും. പക്ഷേ ഭൂരിപക്ഷം അവിടെയും കുറയും. കാരണം അവിടെ ഈ മരുമകനിസത്തെ വെട്ടിത്താഴ്ത്താനായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് PV അൻവറാണ്. അപ്പോൾ PV അൻവർ അവിടെ നേടുന്ന വോട്ടുകൾ വലിയ, നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. വിജയിച്ചാൽ പോലും നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല. പിന്നീടുള്ള വിജയം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ വിജയമാണ്. സജി ചെറിയാൻ ഈ ഹൈന്ദവരുടെ മുഴുവൻ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ മണ്ഡലത്തിൽ നടത്തിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു MLA-യും മന്ത്രിയുമാണ്. അതുകൊണ്ടാണ് ഈ സജി ചെറിയാന് ചെങ്ങന്നൂരിൽ വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. അപ്പം ചെങ്ങന്നൂരിൽ നമുക്ക് ഒന്നും UDF-ന് പ്രവചിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആലപ്പുഴ ജില്ലയിലെ 9-ൽ 5 ഇടത്ത് UDF അട്ടിമറി വിജയം നേടും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.